പുനരുത്ഥാനം നൽകുന്ന സന്ദേശം എല്ലാ അർത്ഥത്തിലും പ്രത്യാശയാണ്. പ്രതീക്ഷ നഷ്ടപ്പെട്ട, പ്രത്യാശ അകന്നുപോയ, നിരാശയിലേക്ക് വീണുപോകുന്ന ഒരു സമൂഹത്തെ നമുക്ക് ചുറ്റുപാടിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രതീക്ഷകൾ അറ്റുപോകുമ്പോഴാണ്, പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നിരാശ ഓരോ വ്യക്തിയിലും നാമ്പുകൊള്ളുന്നത്. പുനരുത്ഥാനം നമുക്ക് തരുന്ന സന്ദേശത്തിൽ ഇരുട്ടിനപ്പുറമുള്ള പ്രകാശം, പ്രക്ഷുബ്ധമായ തിരകൾക്കപ്പുറമുള്ള ശാന്തമായ തീരം, പരാജയത്തിനപ്പുറമുള്ള വിജയം, മരണത്തിനപ്പുറമുള്ള നിത്യമായ ജീവൻ, ഈ ചിന്തകൾ നമുക്ക് സന്നിവേശിപ്പിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ എത്ര വലിയ പ്രതിസന്ധിയെയും പ്രതികൂലതകളെയും ആകുലതകളെയും അതിജീവിക്കുവാൻ പുനരുത്ഥാനത്തിൻ്റെ സന്ദേശം പര്യാപ്തമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നിരാശയിലേക്ക് കൂപ്പുകുത്തി മദ്യത്തിനും മയക്കുമരുന്നിനും രാസലഹരിക്കും അടിമപ്പെട്ട് വിവേചനമില്ലാതെ മൃഗങ്ങളെപ്പോലെ മനുഷ്യന്മാർ മാറി കാട്ടിക്കൂട്ടുന്ന അക്രമങ്ങളും അതിക്രമങ്ങളും കൊലപാതകങ്ങളും മരണസംസ്കാരവുമൊക്കെ ഇന്നിൻ്റെ സമൂഹത്തിൻ്റെ ജീർണതയെ തുറന്നു കാട്ടുന്നതാണ്. അപ്രകാരം ജീർണിച്ച ഒരു വ്യവസ്ഥിതിയിൽ ഒരു പുനരുത്ഥാനം ഉറപ്പാക്കണമെങ്കിൽ മൃതാവസ്ഥയിലൂടെ മാത്രമേ, ജീർണതയിലൂടെ മാത്രമേ ഒരു പുനരുത്ഥാനം ഉണ്ടാവുകയുള്ളൂ. അഴുകാനുള്ള മനസ്സുള്ളവരായി മാറ്റപ്പെടുവാൻ നമ്മിൽ എത്ര പേർക്ക് സാധിക്കുമെന്നുള്ള ചോദ്യം ഇവിടെ പ്രസക്തമാണ്. ആരോടും പകയില്ലാതെ, ആരോടും വെറുപ്പില്ലാതെ, എല്ലാവരോടും സ്നേഹത്തിൻ്റെ ബലിവസ്തുവായി നമുക്ക് പകരം നിൽക്കുവാൻ സാധിക്കുമ്പോൾ അവിടെ ഉയർപ്പിൻ്റെ വാതായനങ്ങൾ തുറക്കപ്പെടുന്നു എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കണം. ഉത്ഥാന പെരുന്നാളിലൂടെ ക്രിസ്തു നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. ഉയർപ്പിലൂടെയുള്ള നമ്മുടെ മൃതമായ ജീവിതാംശങ്ങളെ എല്ലാ അർത്ഥത്തിലും ഉദ്ദീപിപ്പിച്ചുകൊണ്ട് ഉയർപ്പിൻ്റേതായ ജീവൻ തുടിക്കുന്ന പുതിയ നാമ്പുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തികളിലൂടെ ഉദ്ധിതനായ ക്രിസ്തു പകർന്നു തരുന്ന സമാധാനത്തിൻ്റെ, ഉദ്ധിതനായ ക്രിസ്തു പകർന്നു തരുന്ന പ്രത്യാശയുടെ കിരണങ്ങളിലൂടെ അനേകരിലേക്ക് അത് ഉദ്ദീപിപ്പിക്കുവാൻ നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ഇടപെടലുകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ സാന്നിധ്യം, നമ്മുടെ പ്രാർത്ഥന അത് പ്രയോജനപ്പെടണം എന്നുള്ളതായ ആശംസയും പ്രത്യാശയുമാണ് ഈ ഉയർപ്പ് പെരുന്നാളിൽ എല്ലാവരുമായി പങ്കുവയ്ക്കുവാനുള്ളത്. എല്ലാവർക്കും ഉയർപ്പ് പെരുന്നാളിൻ്റെ, കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ പ്രത്യാശയും അതിലൂടെയുള്ള സമാധാനവും അതിനെ സന്തോഷമാക്കി മാറ്റി മനുഷ്യജീവിതങ്ങളെ ദൈവാത്മാവിന് സമമായി എല്ലാവർക്കും ക്ഷേമവും ഐശ്വര്യവും സന്തോഷവും വിജയവും സമൃദ്ധിയും നൽകുന്നതായി പരിണമിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ എല്ലാ സന്തോഷവും ആവോളം ആസ്വദിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവുമായവൻ എല്ലാവർക്കും ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷെക്കീന ന്യൂസ് ചാനലിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഈസ്റ്ററിൻ്റെ പ്രത്യാശ നിറഞ്ഞ സന്തോഷവും സമാധാനവും ഹൃദയപൂർവ്വം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.